ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു മോക്ക് ടെസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് വളരെ കുറവാണ്. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ICC മെൻസ് 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? 2026 നടന്ന ICC പുരുഷ 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആൻസർ ഓപ്ഷൻ ബി ആണ്, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഇന്ത്യയുടെ മൂന്നാമത്തെ ICC പുരുഷ 2020 വേൾഡ് കപ്പ് ആണ് 2026 സ്വന്തമാക്കിയത്. മൂന്നാമത്തെയാണ്. അതായത് ഇതിനു മുമ്പേ 2007, 2024, 2026 എന്നീ വർഷങ്ങളിൽ പുരുഷ 2020 ലോകകപ്പുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. ക്ലിയർ ആണ്. ഇപ്പൊ 2026 ICC മെൻസ് പുരുഷ 2020 ലോകകപ്പ് ജേതാക്കള് ഇന്ത്യയാണ്. ഇനി വേദി എവിടെയെന്ന് ചോദിക്കാം. ഇന്ത്യയിലും ശ്രീലങ്കയുമാണ് വേദി നടന്നത് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 2026 ICC മെൻസ് 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം ആരായിരുന്നു? എന്നോട് പറയാം. 2026 നടന്ന ICC പുരുഷ 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സഞ്ജു വി സാംസൺ ആണ്. സഞ്ജു വി സാംസൺ പഠിച്ചു വെക്കണേ. അപ്പൊ അതുപോലെ തന്നെ ഒരു ലോകകപ്പ് എഡിഷനിൽ ടൂർണമെന്റിലെ താരമാകുന്ന ആദ്യ മലയാളി കൂടിയാണ് സഞ്ജു വി സാംസൺ. പഠിച്ചു വെക്കണം. 2026 ICC പുരുഷ 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഥവാ ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസൺ, മലയാളിയാണേ. ഇനി അടുത്ത ചോദ്യം, 2026 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ നായകൻ ആരായിരുന്നു? അഥവാ 2026 പുരുഷ 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അഥവാ നായകൻ ആരായിരുന്നു? പക്ഷെ നമ്മൾ ഇത് പെട്ടെന്ന് ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. രോഹിത് ശർമ്മ കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ രോഹിത് ശർമ്മയാണോ? അല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂര്യകുമാർ യാദവ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. 2026 പുരുഷ 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ നായകൻ അഥവാ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂര്യകുമാർ യാദവ് ആണ്. അടുത്ത ചോദ്യം, 2026 2020 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ഫൈനൽ അഥവാ 2026 പുരുഷ 2020 ലോകകപ്പിലെ ഫൈനലിലെ താരം അഥവാ പ്ലെയർ ഓഫ് ദ ഫൈനൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജസ്പ്രീത് ബുംറയാണ് കേട്ടോ. ജസ്പ്രീത് ബുംറയാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയും ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസണുമാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ. ഫൈനലിലെ താരം ജസ്പ്രീത് ബുംറയും ടൂർണമെന്റിലെ താരം സഞ്ജു വി സാംസണും. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇപ്പൊ 2025 നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ പ്രഥമ വനിതാ ഏകദിന ലോകകപ്പ് കിരീടമാണ് 2025 സ്വന്തമാക്കിയത്. പഠിക്കണം. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മത്സരം അഥവാ ഈ ഒരു വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹർമൻപ്രീത് കൗർ ആണ് കേട്ടോ. ഹർമൻപ്രീത് കൗർ ആണ്, അറിഞ്ഞിരിക്കണേ. അടുത്ത ചോദ്യം, 2025 വനിതാ ഏകദിന ലോകകപ്പിൽ റണ്ണറപ്പ് ആരായിരുന്നു? അപ്പൊ 2025 നടന്ന വനിതാ ഏകദിന ലോകകപ്പിലെ റണ്ണറപ്പ് ആരായിരുന്നു? ജേതാക്കൾ നമ്മുടെ ഇന്ത്യയാണ്. റണ്ണറപ്പ് ആൻസർ ഓപ്ഷൻ സി, ദക്ഷിണാഫ്രിക്കയാണ് കേട്ടോ. റണ്ണറപ്പ് ആരായിരുന്നു? ദക്ഷിണാഫ്രിക്കയാണ്. അടുത്ത ചോദ്യം, 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ. അപ്പൊ 2025 നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടന്നത് എവിടെയാണ്? ഫൈനൽ നടന്നത് ഓപ്ഷൻ ബി, ദുബായിലാണ് കേട്ടോ. അപ്പൊ 2025 നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ നടന്നത് എവിടെയാണ്? ദുബായിലാണ്. അതുപോലെ തന്നെ ഈ ഒരു മത്സരം നടന്നത് എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ചാമ്പ്യൻസ് ട്രോഫി മത്സരം നടന്നത് പാകിസ്ഥാനിലും UAE-യിലുമായിട്ടാണ് ഈ ഒരു മത്സരം നടന്നത് കേട്ടോ. വേദികളായിട്ട് വരുന്നത്. അതോടൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്. 2025 നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, യാനിക് സിന്നർ ആണ്. പഠിച്ചു വെക്കണേ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? യാനിക് സിന്നർ ആണ്. അടുത്ത ചോദ്യം,
2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? 2025 നടന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, മാഡിസൺ കീസ് ആണ് കേട്ടോ, മാഡിസൺ കീസ് ആണ്. 11ാമത്തെ ചോദ്യം, 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ആരാണ്? 2025 നടന്ന ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, കാർലോസ് അൽക്കാരസ് ആണ്, കാർലോസ് അൽക്കാരസ്. 12, 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ്? 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, കൊക്കോ ഗൌഫ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് കൊക്കോ ഗൌഫ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളമായിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സോടൊപ്പം തന്നെ എല്ലാ റെക്കോർഡർ ക്ലാസ്സുകളാണ് നമ്മൾ ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ് കറണ്ട് അഫയേഴ്സിന്റെ എല്ലാം PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. അതായത് 2025 ജനുവരി മുതൽ 2026 ജൂൺ മാസം വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലാസ്സിനോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇതൊരു ഉപകാരപ്രദമാവുന്ന ഒരു ക്ലാസ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് LDC 2027 എക്സാം അതിനും ഇത് ഉപകാരപ്രദമാവും. അതുപോലെ 10th പ്രിലിംസ് ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുകളുമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പം അതിന് ഉപകാരപ്രദമാവും. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പം അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അഡ്മിഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്ലി കറണ്ട് അഫയേഴ്സ് അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഷുഗർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇനി വരുന്ന LDC പോലുള്ള അടുത്ത വർഷം നടക്കുന്ന LDC 2027 എക്സാംസിനും അതുപോലെ 10th പ്രിലിംസ് 10th മെയിൻസ് VFA പോലുള്ള പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കും ഈ ഒരു ബാച്ച് ഉപകാരപ്രദം ആകുന്നതായിരിക്കും കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിച്ചു തന്നെ പോവാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, 2025 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്? 2025 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, യാനിക് സിന്നർ ആണ്, യാനിക് സിന്നർ. 2025 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് യാനിക് സിന്നർ. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇഗ സിയാടെക് ആണ് കേട്ടോ, ഇഗ സിയാടെക്. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ഇഗ സിയാടെക് ആണ്. 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ്? 2025 US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർലോസ് അൽക്കാരസ് ആണ്, കാർലോസ് അൽക്കാരസ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ്? 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അരീന സബലങ്കയാണ് കേട്ടോ, അരീന സബലങ്ക. അടുത്ത ചോദ്യം, 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ, കാർലോസ് അൽക്കാരസ്. അടുത്ത ചോദ്യം നോക്കാം. 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ, 2025 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഇന്ത്യ. റോബോട്ടുകൾക്കായി ആദ്യമായി ഒളിമ്പിക്സ് സംഘടിപ്പിച്ച രാജ്യം? റോബോട്ടുകൾക്കായി ആദ്യമായി ഒളിമ്പിക്സ് സംഘടിപ്പിച്ച രാജ്യം ഏതാണ്? പറയൂ, ഏതാണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ചൈനയാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, റോബോട്ടുകൾക്കായി ആദ്യമായി ഒളിമ്പിക്സ് സംഘടിപ്പിച്ച രാജ്യം ചൈന. 2025 മെൻസ് ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ആരാണ്? അതായത് 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ആരാണെന്നാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ 2025 നടന്ന പുരുഷ ഏഷ്യ കപ്പ് ഹോക്കിയുടെ ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2026 ഹോക്കി ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2026 ഹോക്കി ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നെതർലൻഡ്സും ബെൽജിയവുമാണ്. പഠിച്ചു വെക്കണം, 2026 ഹോക്കി ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ നെതർലൻഡ്സും ബെൽജിയവുമാണ്. നെതർലൻഡ്സും ബെൽജിയവും. അടുത്ത ചോദ്യം, ഹോക്കി ഇന്ത്യ ലീഗ് 2025-26 പുരുഷ വിഭാഗം ജേതാക്കൾ ആരാണ്? ഹോക്കി ഇന്ത്യ ലീഗ് കേട്ടോ, HIL എന്നാണ് പറയുന്നത്. ഹോക്കി ഇന്ത്യ ലീഗ് 2025-26 സീസണിലെ പുരുഷ വിഭാഗം ജേതാക്കള് ആൻസർ ഓപ്ഷൻ എ ആണ്, കല്ലിംഗ ലാൻസേഴ്സ് ആണ് കേട്ടോ, കല്ലിംഗ ലാൻസേഴ്സ്. അടുത്ത ചോദ്യം, ഹോക്കി ഇന്ത്യ ലീഗ് 2025-26 സീസണിലെ വനിതാ വിഭാഗം ജേതാക്കൾ ആരാണ്? ഹോക്കി ഇന്ത്യ ലീഗ് 2025-26 സീസണിലെ വനിതാ വിഭാഗം ജേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഡൽഹി SG പെപ്പേഴ്സ് ആണ് കേട്ടോ, ഡൽഹി SG പെപ്പേഴ്സ്. അടുത്ത ചോദ്യം, 2026 ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. 2026 ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ന്യൂഡൽഹി ആണ് കേട്ടോ, ന്യൂഡൽഹി. അടുത്ത ചോദ്യം, 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഐച്ചി നഗോയ ആണ് കേട്ടോ, ഐച്ചി നഗോയ. അടുത്ത ചോദ്യം, ആദ്യ ഔദ്യോഗിക ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ആദ്യ ഔദ്യോഗിക ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ, മാഗ്നസ് കാൾസൺ ആണ്. പഠിച്ചു വെക്കണം, ആദ്യ ഔദ്യോഗിക ഫിഡെ ഫ്രീസ്റ്റൈൽ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ ജേതാവ് മാഗ്നസ് കാൾസൺ, മാഗ്നസ് കാൾസൺ ആണ്. 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ പുരുഷ താരം ആരാണ്? 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ പുരുഷ താരം, പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആർ പ്രഗ്യാനന്ദയാണ് കേട്ടോ, ആർ പ്രഗ്യാനന്ദയാണ്. പഠിച്ചു നോക്കണം, 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിലേക്ക് യോഗ്യത നേടിയ ഏക ഇന്ത്യൻ പുരുഷ താരം ആർ പ്രഗ്യാനന്ദ. അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസ് 2025 വേദി. 38ാമത് ദേശീയ ഗെയിംസ് 2025 വേദി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ് ആയിരുന്നു കേട്ടോ, ഉത്തരാഖണ്ഡ് ആയിരുന്നു. 2025 ഖേൽ രത്ന അവാർഡ് നേടിയ താരം. 2025 ഖേൽ രത്ന അവാർഡ് നേടിയ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, നീരജ് ചോപ്രയാണ് കേട്ടോ. 2025 ഖേൽ രത്ന അവാർഡ് നേടിയ താരം നീരജ് ചോപ്രയാണ്. 2025 ഫിഡെ വനിതാ ലോകകപ്പ് ജേതാവ് ആരാണ്? 2025 ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം, 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് ജേതാവ് ദിവ്യ ദേശ്മുഖ് ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗ്ലാസ്ഗോ ആണ് കേട്ടോ. പഠിക്കണേ, 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏത് നഗരമാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഏത് നഗരത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അഹമ്മദാബാദിലാണ് കേട്ടോ, അഹമ്മദാബാദ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോയും 2030 കോമൺവെൽത്ത് ഗെയിംസ് വേദി അഹമ്മദാബാദുമാണ് നമ്മുടെ ഇന്ത്യയിലെ. അടുത്ത ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്ന വേദി. 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്ന വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിലൻ കോർട്ടിന അംബസോ ആണ് കേട്ടോ, അംബസോ ആണ്. അപ്പൊ 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്ന വേദി മിലൻ കോർട്ടിന ഡി അംബസോ ആണ്. 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി. 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ. അപ്പൊ പഠിക്കണം, 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് ആണ്.
2032 സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? 2032 സമ്മർ ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രിസ്ബെയിൻ ആണ് കേട്ടോ, ബ്രിസ്ബെയിൻ. അപ്പൊ പഠിക്കണേ, 2032 സമ്മർ ഒളിമ്പിക്സ് വേദി ബ്രിസ്ബെയിൻ ആണ്. അടുത്ത ചോദ്യം, 2025 അർജുന അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 2025 അർജുന അവാർഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ ഉൾപ്പെടാത്തത് ഈ ഒരു ഓപ്ഷൻസിൽ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. യശസ്വി ജയ്സ്വാൾ അർജുന അവാർഡ് ലഭിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ യശസ്വി ജയ്സ്വാൾ ഉൾപ്പെടാത്തതല്ല, മുഹമ്മദ് സിറാജിനും ലഭിച്ചു. അപ്പൊ ഉൾപ്പെടാത്തത് ശുഭ്മാൻ ഗില്ലിനാണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ, ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം, 2025 അർജുന അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. യശസ്വി ജയ്സ്വാളിനും മുഹമ്മദ് സിറാജിനും 2025 അർജുന പുരസ്കാരം ലഭിച്ചതാണ്. അടുത്ത ചോദ്യം, 2025 ബ്രിട്ടീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം. എന്നോട് പറയാം, 2025 ബ്രിട്ടീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോധന ശിവാനന്ദൻ ആണ് കേട്ടോ. ആരാണ് ആൻസർ? ഓപ്ഷൻ ഡി, ബോധന ശിവാനന്ദൻ. ബോധന ശിവാനന്ദൻ. 38 ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ 1-ാം സ്ഥാനത്തുള്ള താരം ആരാണ്? ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ 1-ാം സ്ഥാനത്തുള്ള താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡി ഗുഗേഷ് ആണ് കേട്ടോ. ഓപ്ഷൻ സി, ഡി ഗുഗേഷ് ആണ്. അടുത്ത ചോദ്യം, താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിഹാൽ സരീൻ ആണ് കേട്ടോ. നിഹാൽ സരീൻ. താഷ്കന്റ് ഓപ്പൺ കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ ആണ്. അടുത്ത ചോദ്യം, 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയ താരം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സുഫ്ന ജാസ്മിൻ ആണ് കേട്ടോ. സുഫ്ന ജാസ്മിൻ. സുഫ്ന ജാസ്മിൻ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സിന്റെ സ്പോർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.